നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയരെ, നാരായണീയത്തിൽ ഭക്തിയോഗമാണ് എല്ലാവർക്കും സ്വീകാര്യം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണം ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ഇന്നലെ പറഞ്ഞത് നിഷ്കാമകർമ്മം കൊണ്ട് വളരെ താമസം പിടിക്കുന്നത് കൊണ്ടാണ് കർമ്മയോഗം അത്ര സുഖമല്ല എന്ന് പറയാൻ കാരണം. തദ്ദൂര്യത്യബലം, വളരെ കാലം ബലം കിട്ടാതെ നിന്നിട്ടേ ബലം കിട്ടുന്നുള്ളൂ. പിന്നെ അവ്യക്തതയ, ജ്ഞാനയോഗമാണ് വെച്ചാലോ അവ്യക്തവുമാണ് എന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാത്തത്. ഈ രണ്ട് കാരണത്താൽ അതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ഭക്തിയോഗം ക്ലിഷ്ടവും, ഭക്തിയോഗം എളുപ്പവും, വളരെ എളുപ്പവും, മറ്റ് യോഗങ്ങൾ ക്ലിഷ്ടവും ആണ്. ഇഷ്ടം മീൻസ് വിഷമമുള്ളത്. ഇനി അതിനെ ഒന്നും കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. കർമ്മയോഗം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ, അല്ലാതെ ജ്ഞാനയോഗം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ, ഇവർക്ക് എന്താണ് മുക്തി ലഭ്യമല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമായിട്ടാണ് അടുത്ത ശ്ലോകം. രണ്ടും ഒന്ന് ബുദ്ധിമുട്ടുമുള്ളതുമാണോ, ഒന്ന് വളരെ ദൂരത്തേക്ക് ബലം കിട്ടാത്തതുമാണോ എന്ന് പറഞ്ഞു. ഇനി ആ കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും ഫലം എന്ന് പറയുന്നത് ഭക്തിയോഗം കൊണ്ട് കിട്ടുന്നത് തന്നെ ഉള്ളൂ. വിശേഷിച്ച് ഒന്നും ഉണ്ടാവാൻ പോണില്ല. ഭക്തിയോഗം കൊണ്ട് എന്ത് കിട്ടുന്നുവോ അതിലധികം ഒന്നും തന്നെ ജ്ഞാനയോഗം കൊണ്ട് കിട്ടുന്നില്ല എന്നൊരു സംഗതി. ഭക്തിയോഗവും, അതായത് ജ്ഞാനയോഗവും കർമ്മയോഗവും ഉണ്ടെങ്കിലും ഈ ഭക്തിയോഗം ഉണ്ടെങ്കിലേ മുക്തി കിട്ടുള്ളൂ. പിന്നെ എന്തിനാ വെറുതെ രണ്ട് യോഗം വെറുതെ അനുഷ്ഠിക്കണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നത്. ഒരു പരീക്ഷ നമ്മൾ പാസ്സായാൽ നമുക്കതിന് ക്വാളിഫൈഡാണ്. അതിന് മുമ്പേ രണ്ട് പരീക്ഷ പാസ്സായിട്ട് ഇത് പാസ്സായാലേ അതിന് ക്വാളിഫൈഡ് ആവുള്ളൂ. ഈ മുമ്പത്തെ രണ്ട് പരീക്ഷ പാസ്സായില്ലെങ്കിലും ഒരു പ്രത്യേക പരീക്ഷ പാസ്സായാൽ ക്വാളിഫൈഡ് ആണെങ്കിൽ ആരെങ്കിലും അതിന് മുമ്പത്തെ രണ്ട് ടെസ്റ്റ് പാസ്സാക്കാനോ എഴുതാനോ നോക്കുമോ? അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചിലരങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഭക്തിയുടെയും കർമ്മത്തിൻ്റെയും കാര്യത്തിൽ എന്ന് കവി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ശ്ലോകം: അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർജന്മല ബോധേ ഭക്തിപദേ അഥവാപ്യുചിതതാ ആയാന്തി കിന്താവത കിട്വാ തർക്കപദേത് പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരൈഹി. അപ്പോൾ വെറുതെ രണ്ട് പരീക്ഷകൾ അധികം എഴുതണ പോലെയാണ് എന്ന് ചുരുക്കം. ഫൈനൽ ടെസ്റ്റ് ഇവിടെ ഭക്തിക്ക് തുല്യം എന്ന് കൂട്ടുക. ഫൈനൽ ടെസ്റ്റ് ഭക്തിയാണ്. പാസ്സാവാണ്ട് ഈ പ്രത്യേക സംഗതിക്ക് ക്വാളിഫൈഡ് അല്ല. മറ്റേ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആവാൻ, ഇല്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ. അപ്പം എന്നിട്ടും ഇങ്ങനെ ആയിരിക്കേയും ഈ രണ്ട് പരീക്ഷ എഴുതാൻ തുനിഞ്ഞാലോ? വേണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ എഴുതി, എന്തിന് ആവശ്യമില്ല, ഈ പറഞ്ഞ പരീക്ഷയെ വേണ്ടൂ എന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം വൃഥാ വ്യായാമല്ലേ ശരിക്ക്? ഇല്ലെങ്കിലും ജോലി കിട്ടും. യു ആർ ക്വാളിഫൈഡ് ബൈ റൈറ്റിംഗ് എ ടെസ്റ്റ്. ദെൻ വൈ ഷുഡ് റൈറ്റ് 2 other ടെസ്റ്റ്സ് എന്നാണ് ഇവിടെ ചോദ്യം. ആ ടെസ്റ്റുകളാണ് ഇവിടെ ക്വാളിഫയിങ് ടെസ്റ്റ്. ഭക്തിയാണ്. അത് പാസ്സായാൽ മുക്തിക്കും ഭഗവത് അനുഗ്രഹത്തിനും ഹീസ് ക്വാളിഫൈഡ്, അർഹനാണ്. ഭക്തി കർമ്മം എന്ന രണ്ട് ടെസ്റ്റ് വേണമെന്ന്, അല്ല കർമ്മം ജ്ഞാനം എന്ന രണ്ട് ടെസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ രണ്ട് സംഗതി വെച്ചത്?
അത് വല്ല കാര്യമുണ്ടോ എന്നാണെങ്കിൽ ഇവിടെ പറയണം അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ. ആയാസം വിഷമം, ആയാസം വളരെ ബുദ്ധിമുട്ടുള്ളതായ കർമ്മങ്ങളെ ആചരിച്ച് നിർമ്മല ബുദ്ധിയോടുകൂടി ആയിത്തീരുന്നു. എന്നിട്ട് ബോധേ ഭക്തിപദേ അഥവാ അവർ ഭക്തിക്ക് അർഹരാവണമെന്നേ ഉള്ളൂ. അപ്പോഴും എന്ത് വേണം? ഭക്തി വേണം. ഭക്തിക്ക് അർഹത ഉണ്ടാവുക, അതിനാണ് ഇവിടെ ജ്ഞാനയോഗം ഉണ്ടായത്. ഇനി അതേപോലെ തന്നെയാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും രണ്ടും. ആയാന്തികിന്താവത എന്ന് പറഞ്ഞിരിക്കണോ, അതുകൊണ്ട് എന്താണ് കാര്യം? ക്ലിഷ്ട്വാ തർക്കപദേ പരം തവപു ബ്രഹ്മാക്യമന്യേ പുനഃച്ചിത്താർത്ഥത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേഹി. കർമ്മയോഗം കൊണ്ട് മനഃശുദ്ധി നേടുന്നു, എന്നിട്ട് ഭക്തി വേണം. അതേപോലെ തന്നെ തർക്കപദം എന്ന് പറയുമ്പോൾ ജ്ഞാനയോഗത്തിൻ്റെ ഒരു ഭാഗമാണ് തർക്കം. തർക്കിച്ചിട്ട് ജയിക്കാനാവുക എന്നാണല്ലോ. അപ്പോൾ ജ്ഞാനയോഗത്തിൻ്റെ ഒരു അംഗമാണ് ഈ തർക്കപദം. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവബു. ആ തർക്കപദത്തിൽ വളരെയേറെ ക്ലേശിച്ചിട്ട് ബ്രഹ്മാക്യമന്യേ പുനഃച്ചിത്താർദ്രത്വമൃതേ വിചിന്യ ഭഗവതി സിദ്ധ്യന്തി ജന്മാന്തരേഹി. വളരെ ജന്മം കൊണ്ട് നിർഗുണസ്വരൂപത്തിലെത്തിയിട്ടാണ് അവർ മോക്ഷത്തെ പ്രാപിക്കുന്നത്. ബ്രഹ്മാക്യമന്യേ പുനഃച്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേഹി എന്ന് പറഞ്ഞു. കർമ്മയോഗം അനുഷ്ഠിച്ചിട്ട് വളരെ കാലം കഴിഞ്ഞിട്ടേ ബലം കിട്ടുള്ളൂ. ജ്ഞാനയോഗം വളരെ കാലം കഴിഞ്ഞിട്ടേ ബലം കിട്ടുള്ളൂ. രണ്ടും വളരെ താമസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് രണ്ടും കിട്ടുന്നത് ഭക്തിക്കുള്ളതായ ഒരു എളുപ്പ വഴിയാണ്. എന്നിട്ടും എന്തു വേണം? ഭക്തി വേണം. അപ്പോൾ ആ ഭക്തി നേരിട്ട് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വളഞ്ഞ വഴി കൂടെ എന്തിനാ പോകണമെന്നാണ് ചുരുക്കം. മൂക്ക് ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം, ഇങ്ങനെയും പിടിക്കാം. ഏതാണ് അറിവുള്ളവർ ചെയ്യുക? നേരെ മുമ്പ് കൂടെ പിടിക്കുക അല്ലേ? അത്രയും തന്നെ ചുരുക്കം, വേറൊന്നുമില്ല. ജ്ഞാനമാർഗം കർമ്മമാർഗം എന്നീ മാർഗത്തിലൂടെ പോയി ഭക്തിയോഗത്തിലെത്തിയിട്ട് മുക്തിക്ക് അർഹനാവണോ ഭേദം നേരെ ഭക്തിയോഗത്തിൽ കൂടെ. അപ്പോൾ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലും വേണത്രേ ഭക്തി. ഈ രണ്ടെണ്ണം ഇല്ലെങ്കിലും ഭക്തി കൊണ്ട് മുട്ടി കിട്ടും ചോദിച്ചാൽ ഈ രണ്ടെണ്ണം ശരിക്കൊരു തരം വെറുതെ വൃഥായാമല്ലേ എന്നാണ് കവിയുടെ ചോദ്യം. ചുരുക്കം ആയാസകരാണി കർമ്മപടലാനി ആചര്യ. കർമ്മപടലങ്ങളെ ആചരിച്ചിട്ട് ഭക്തിക്ക് അയാൾ അർഹനാവണു. അതാണ് ബോധേ ഭക്തിപദേതവ. ഭക്തിപദത്തിൽ തന്നെ വന്നിട്ട് വേണം പോവാൻ, അല്ലാണ്ട് പോകാൻ പറ്റില്ല. ഷോർട്ട് കട്ടേ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഭക്തിപദത്തിൽ കൂടെ പോവാതെ ഒരാൾക്കും മുക്തി വരുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ കർമ്മപടലാനി ആചര്യ എന്ന് പറഞ്ഞാൽ കർമ്മയോഗം ഇല്ലാതെയും ഭക്തിയുള്ളവർക്ക് എവിടേക്ക് എത്താം? മുക്തിയിലേക്ക് എത്താം. അപ്പം അതല്ലേ ഷോർട്ട് കട്ട്. കർമ്മം ഉണ്ടെങ്കിലും ഭക്തി ഉണ്ടെങ്കിലേ മുക്തിയിലേക്ക് എത്തുള്ളൂ. ദുർവാസാവ് തപസ്യായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, ധ്യാനം തപച്ച വിനയാന്വിതമേവ മാന്യം. ഭക്തി എന്ന് പറയുന്നത് ഒരു വിനയത്തിൻ്റെ ഒരു വേറെ ഭാവമാണ്. ഭക്തിയുള്ളവർക്കേ വിനയം ഉണ്ടാവുള്ളൂ, വിനയമുള്ളവർക്കേ ഭക്തി ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും രണ്ട് അല്ല, ഒന്നാ. ദുർവാസാവിന് തപശക്തിൻ്റെ, പക്ഷേ അംബരീഷൻ എന്ന ഭക്തനെ ബഹുമാനിക്കാനുള്ള സന്മനസ്സില്ല. തപസ്സുകൊണ്ട് എന്തേ കിട്ടിയേ? അംബരീഷനെ നമസ്കരിക്കേണ്ടി വന്നു അല്ലേ? ചക്രത്തിന് രക്ഷ കിട്ടാനേ. ആ അംബരീഷപദമേവി ഭജേതി ഭൂമൻ. അപ്പം ആ തപസ്സുകൊണ്ടോ ജ്ഞാനം കൊണ്ടോ വല്ല കാര്യം ഉണ്ടായോ എന്നാണ് ചോദ്യം. അതെന്താ അവിടെ അർത്ഥം? ഭക്തി ലേശം കുറഞ്ഞു, അതന്നെ. ഭക്തി കുറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയണം. ഒന്നുകൊണ്ടും കാര്യമില്ല. ആ ഉദ്ധവൻ്റെ ഗോപസ്ത്രീകളെ കണ്ടുവരുമ്പോൾ അവിടെ പ്രത്യേകം പറയണ്ട കിം ശാസ്ത്രൗഹൈ. ശാസ്ത്രം പഠിച്ചിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കണം. ഉദ്ധവനാ ചോദിക്കണം, അതൊക്കെ പഠിച്ച ആളോ ചോദിക്കണേ. പഠിക്കാത്ത ആളല്ല, നാം പഠിച്ചിട്ടാണ്, അറിയാത്തതുകൊണ്ടാണ്, അതിന് വയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് വാദിക്കാം. എല്ലാ ശാസ്ത്രവും പഠിച്ച ഉദ്ധവൻ പറയുകയാണ് കിം ശാസ്ത്രൗഹൈ. ഈ ശാസ്ത്രം പഠിച്ചു എന്താ ഗുണം? കർമ്മങ്ങളനുഷ്ഠിച്ചു എന്താ ഗുണം? ഈ ഗോപികളുടെ ഭക്തിയുടെ മുമ്പിൽ അതെല്ലാം
എത്ര നിസ്സാരം. ഉദ്ധവൻ പറഞ്ഞിട്ട് ആ ഗോപികളെ നമസ്കരിക്കുകയാണ് ചെയ്യണത്. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരിഗതോദ്ഗീതം പുനാതിഭുവനത്രയം. 3 ലോകങ്ങളും ശുദ്ധീകരിക്കുന്നതായ ഭഗവത് കഥകൾ പറയുന്ന നിങ്ങളെ അല്ലാതെ, നിങ്ങളെ നമസ്കരിക്കല്ലാണ്ട് ഞാൻ ശ്രേയസ്സിന് ഇനി വേറെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. പുണ്യാഹം തളിച്ചാൽ അവിടെ മാത്രമേ ശുദ്ധമുള്ളൂ. ഈശ്വരകഥ തളിച്ചാലോ 3 ലോകവും ശുദ്ധിയാവും. പുനാതി ഭുവനത്രയം. വെള്ളം തെളിച്ച് ശുദ്ധാക്കുക നമ്മുടെ കയ്യിൽ അന്ധമായിട്ടുള്ളൊരു ആചാരമുണ്ട്. എന്ത് ഈ പുണ്യാഹം കൊണ്ട് കാര്യം? ഒരു കാര്യമില്ല അതുകൊണ്ട്. പക്ഷേ ഈശ്വരകഥ മാത്രമേ ഉള്ളിലത്തെ ശുദ്ധാക്കാൻ പറ്റുള്ളൂ. ഇത് തളിച്ചതുകൊണ്ടൊന്നും ഉള്ളു ശുദ്ധാവില്ല. അപ്പോൾ ഉള്ളു ശുദ്ധാക്കുക എന്ന ഭക്തി ഉള്ളപ്പോൾ മറ്റ് കാര്യങ്ങൾ ഇവിടെ എന്തിനാണ് എന്നാണ് ചോദ്യം. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മല ബോധേ ഭക്തി. പിന്നെയും ഭക്തി വേണം. ബോധേ ഭക്തി പദേതവാപ്യുചിതതാം. ഭക്തി പദത്തിന് ഉചിതത നേടുന്നു. അർഹത. ഉചിതത എന്ന് പറഞ്ഞാൽ അവിടെ അർഹത. ഭക്തിപദത്തിനുള്ളൊരു അർഹത മാത്രമാണ് നേടുന്നത്. എന്നിട്ട് ഭക്തി ഉണ്ടാവണം. അപ്പം നേരിട്ട് ആ ഭക്തിയിലേക്ക് വന്നാൽ ഈ കർമാനുഷ്ഠാനം എന്ന അഭ്യാസം ഒഴിവാക്കല്ലേ ശരി, നല്ലത്. വെറുതെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ കർമാനുഷ്ഠിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ചോദ്യം. അത് ഭക്തിയോഗത്തിനുള്ള ക്വാളിഫയിങ് സംഗതി മാത്രമാണ് കർമ്മം. ആ കർമ്മം ഇല്ലാതെയും ഭക്തി നേടാം. അതാണ്. നിർബന്ധമില്ല എന്ന് ചുരുക്കം. നിർബന്ധമില്ല. കർമ്മം ഇല്ലാണ്ട് ഭക്തിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. അതന്നെ ജ്ഞാനം. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ ബ്രഹ്മാക്യമന്യേ. ബ്രഹ്മം എന്ന് പറയുന്ന നിർഗുണ സംഗതിയെ അനവധി തർക്കത്തിച്ചാണ് എത്തണത്. അതല്ല ഇതല്ല, അതല്ല ഇതല്ല, കണ്ണല്ല മൂക്കല്ല കാതല്ല ചെകിടല്ല തൊക്കല്ല നാക്കല്ല, ഇതൊന്നും അല്ലാത്തതായിട്ട് എന്തുണ്ടോ? ഇത്രയൊക്കെ അല്ലാത്തതിനെ തേടി പോണോ? ആയതിനെ കണ്ടുപിടിച്ചാൽ പോരെ. ഈ അല്ലാത്തതിനെയൊക്കെ പിടിച്ച് അതല്ല ഇതല്ല അതിനേതിനേതി പ്രക്രിയയിൽ കൂടെ ആയതിലേക്ക് എത്തണേക്കാളും ഭേദം ആയതിലേക്ക് നേരിട്ടെത്തല്ലേ നല്ലത്. അതാണ് ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ തർക്കത്തിൽ കൂടെ പോയിട്ട് എത്രതും ചിത്താർദ്രത്വമാണ്. ആ ചിത്താർദ്രത്വം ഇല്ലെങ്കിൽ മുക്തി കിട്ടില്ല, സ്വപ്നത്തിൽ പോലും കിട്ടില്ല. ചിത്രാർദ്രത്വം ഭക്തിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ആ ഭക്തി ഇല്ലെങ്കിൽ മനസ്സിലാകാത്തവരായിട്ട് ചിത്തശുദ്ധി അല്ലെങ്കിൽ മനഃശുദ്ധി ഇല്ലാതെ തർക്കത്തിൽ കൂടെ ശാസ്ത്രത്തിൽ കൂടെ പഠിച്ചാൽ കുറേ അഹങ്കാരം ഉണ്ടാക്കാം, ഞാൻ കേമനാണ് എന്നല്ലാതെ യാതൊരു ഗുണവും അതുകൊണ്ടില്ല. വ്യാസൻ പല ദിക്കിലും ജ്ഞാനത്തിനായിട്ടുള്ള അമിതശ്രമത്തെ അപലപിക്കണു. അമിതശ്രമത്തെ മുനീൻ അപലപതേ. ഒരു ശ്ലോകത്തിൽ നാരായണീയത്തിൽ തന്നെ ഇതിൽ പറയുന്നുണ്ട്. ജ്ഞാനത്തിനും കുറച്ച് കാണാപ്പാടാക്കലിനെയും വ്യാസൻ കളിയാക്കുന്നു. ഇവർ കാണാപ്പാടാക്കിയിട്ട് എന്താ കിട്ടണം ഇല്ലേ? ആണ് ശങ്കരാചാര്യൻ നഹി നഹി രക്ഷതി ഡുഗൃൻകരണേ. ഗ്രാമർ പഠിക്കുകയാണ് ഒരു വയസ്സായ ബ്രാഹ്മണൻ. ഡുഗൃൻകരണേ അതാണ് വിഭക്തി പ്രകാരം അവിടെ വരിക. അപ്പോഴാണ് ചോദിച്ചത് നഹി നഹി രക്ഷതി ഡുഗൃൻകരണേ. ബ്രാഹ്മണ, അങ്ങയ്ക്ക് വയസ്സ് നല്ലോണം ആയിരിക്കണം, ഈ സമയത്ത് ഡുഗൃൻകരണേ അങ്ങയെ രക്ഷിക്കാൻ വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഭജ ഗോവിന്ദം, ഭഗവാനെ ഭജിച്ചോളൂ, 2 നാമം ജപിച്ചോളൂ, അതേ കിട്ടൂ. ഇപ്പം അത് ഈ ഗ്രാമർ പഠിക്കാം അല്ലേ? വയസ്സായ കാലത്ത് ഇത്തിരി മീമാംസ പഠിച്ചളയാം, വയസ്സായ കാലത്ത് ഇത്തിരി തർക്കശാസ്ത്രം പഠിച്ചളയാം, അല്ലെങ്കിൽ ഇത്തിരി വ്യാകരണം പഠിച്ചളയാം. ഇതൊക്കെ കുറച്ച് ചെറുപ്പത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നിട്ടും ഭക്തി ഇല്ലെങ്കിൽ ഈ പഠിച്ചത് വെറുതെ എന്നാ പറയണം. ഭക്തി ഇല്ലെങ്കിൽ ഒരു പഠിപ്പോ ഒരു തപസ്സോ വിലപ്പോവില്ല. അപ്പോൾ ആ ഭക്തി മാത്രം ആക്കി എടുക്കുകയല്ലേ വേണ്ടൂ. വെറുതെ ഈ അനാവശ്യ ക്ലേശം ഭക്തിയായാലും കർമ്മമായാലും എന്തിനാണ്? അനവധി ജന്മാന്തരേ സിദ്ധ്യന്തി ജന്മാന്തരേ. ജന്മങ്ങളെ കൊണ്ടേണ് ഈ തർക്കത്തിൽ കൂടെ മോട്ടത്തിലെത്തുള്ളൂ. ഭക്തി കൊണ്ട് വേഗം കിട്ടും. സദ്യസിദ്ധികരി. അടുത്ത ശ്ലോകം അതാണ്. സദ്യസിദ്ധികരി. വളരെ വേഗം ഈ ജന്മത്തിൽ എന്നല്ല ഇപ്പം തന്നെ അല്ലേ? നല്ലൊരു കഥ കേട്ട് 2 തുള്ളി കണ്ണുനീര് ഒരാൾക്ക് വാർക്കാൻ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തിനാ തപസ്? ആ കണ്ണുനീര് തന്നെ ഇല്ലേ പുണ്യം? ആ കണ്ണീര് തന്നെ ഇല്ലേ ഗംഗ? ആ ഭക്തി കണ്ണീര് തന്നെ ഇല്ലേ തീർത്ഥം? അത് തന്നെയല്ലേ പാപനാശനം?
ആണ് എന്നാണ് ഭാഗവതാദി ശാസ്ത്രങ്ങൾ പറയണത്. പിന്നെന്തിന് ഗംഗ? ഈ ഭക്തിയോട് കൂടിയിട്ട് 2 തുള്ളി കണ്ണുനീര് ഒരു കഥ കേട്ടിട്ട് ഒഴുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ ഭാഗ്യവാനാണ് എന്നാണ്. പിന്നെ അയാൾക്ക് വേറെ സൽക്കർമ്മങ്ങളുടെ ആവശ്യമില്ല. അത്രയും മീതെയാണ് ഭക്തിക്ക് സ്ഥാനം എന്ന ചുരുക്കം. അതില്ലാതെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഭക്തി ഇല്ലാണ്ട് ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഭക്തി ഉണ്ടെങ്കിൽ ഇതൊന്നും വേണമെന്നും ഇല്ല എന്ന് ചുരുക്കം. ഭക്തി ഇല്ലെങ്കിൽ ഈ 2 വെറുതെയാണ്. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മല ബോധേ ഭക്തിപഥേതവാപ്യുചിതമായാന്തി കിന്താവത കിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃചിത്രാർദ്രത്വമൃതേ. ചിത്താർദ്രത്വമില്ലാതെ പെട്ടെന്ന് മോക്ഷം കിട്ടില്ല. ചിത്താർദ്രത്വം അലിവ് ഭക്തി കൊണ്ടേ കിട്ടൂ. ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ഭഗവസ്ഥിത്യന്തി ജന്മാന്തരേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.